ഗുഡ് ഈവനിംഗ്. ഇപ്പോൾ കിട്ടിയത് ആരംഭിക്കുന്നു. ഞാൻ പ്രജിൻ സി കണ്ണൻ. കേൾവരുന്നവരെ സഹായിക്കാൻ എനിക്കൊപ്പം സോനാജറി കൂടി ചേരുന്നു. വാർത്തകളിലേക്ക് വിശദമായി. എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രതിസന്ധി പരിഹരിക്കാൻ സെൻട്രൽ ലേബർ കമ്മീഷൻ വിളിച്ച യോഗം 2 മണിക്കൂർ പിന്നിട്ടു. പുറത്താക്കിയവരെ തിരിച്ചെടുക്കണമെന്ന നിലപാടിലാണ് ജീവനക്കാരുടെ പ്രതിനിധികൾ. വിഷയത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും തൊഴിൽ മന്ത്രാലയവും ഇടപെട്ടിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ബൽറാം, നിലവിലെ ചർച്ച അത് ഏത് രീതിയിൽ തുടരുകയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ ജീവനക്കാർക്കെതിരെ നടപടിക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? പ്രജിൻ, എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സെൻട്രൽ ലേബർ കമ്മീഷൻ വിളിച്ച യോഗം 2 മണിക്കൂർ പിന്നിട്ട ശേഷം പിന്നീട് ഏതാണ്ട് 10 മിനിറ്റോളം കൂടിയാലോചനകൾക്ക് വേണ്ടി, അതായത് കമ്പനിയുടെ പ്രതിനിധികളെയും ഈ ജീവനക്കാരുടെ പ്രതിനിധികൾക്കും കൂടിയാലോചനകൾ നടത്തുന്നതിന് വേണ്ടി 10 മിനിറ്റ് പിരിഞ്ഞു. വീണ്ടും ഇപ്പോൾ യോഗം ചേർന്നിരിക്കുകയാണ്. ഈ യോഗത്തിൽ ജീവനക്കാരുടെ പ്രതിനിധികൾ പ്രധാനമായും മുന്നോട്ട് വെച്ച ഒരു ആവശ്യം എന്നുള്ളത് ജോലിക്ക് ഹാജരാക്കാത്തതിന്റെ പേരിൽ കമ്പനി പിരിച്ചുവിട്ട 30ഓളം ജീവനക്കാരെ ഉടൻ തന്നെ തിരിച്ചെടുക്കണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ തുടർ ചർച്ചകൾ കൊണ്ട് അർത്ഥമുള്ളൂ എന്നാണ് നിലപാടാണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് എംപ്ലോയീസ് യൂണിയൻ എടുത്തിരിക്കുന്ന നിലപാട് എന്നുള്ളത്. അതേസമയം എത്രയും വേഗം തന്നെ സർവീസുകൾ പുനരാരംഭിക്കണമെന്നും ജീവനക്കാർ ജോലിക്കായി പ്രവേശിക്കണം എന്നുമുള്ള നിലപാട് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രതിനിധികളും സ്വീകരിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഇന്നുകൊണ്ട് തന്നെ അവസാനിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും കേന്ദ്ര തൊഴിൽ മന്ത്രാലയവും നൽകിയിരിക്കുന്നത്. സെൻട്രൽ ലേബർ കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം, ഇതിനാവശ്യമായ ഇടപെടൽ നടത്താൻ ഇരു മന്ത്രാലയങ്ങളും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രം 90ഓളം സർവീസുകളും ഇന്ന് ഇതുവരെ 85 സർവീസുകളും ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് തടസ്സപ്പെട്ടു എന്നാണ് കമ്പനി ഈ യോഗത്തിൽ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ജീവനക്കാർ മുന്നോട്ട് വെച്ച ന്യായമായ ആവശ്യത്തിൽ കമ്പനിയുടെ ഭാഗത്തു നിന്നും അനുഭാവപൂർവമായ ഒരു സമീപനവും ഉണ്ടായില്ല എന്നും അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സമര പരിപാടിയിലേക്ക് പോകാൻ നിർബന്ധിതരാകുകയായിരുന്നു എന്നുമാണ് കമ്പനി ഉദ്യോഗസ്ഥരെ ജീവനക്കാരുടെ പ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നത്. പ്രശ്നങ്ങൾ എത്രയും വേഗം സാധ്യമാകുന്ന എത്രയും വേഗം പരിഹരിക്കാനുള്ള ഇടപെടൽ, അതാണ് ഇന്നത്തെ യോഗത്തിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ നീണ്ടുപോകും എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടുക്കി കുട്ടിക്കാണത്തുണ്ടായ അപകടത്തിൽ 2 മരണം. മുറിഞ്ഞപുഴയ്ക്ക് സമീപം കാർ 500 അടി താഴ്ചയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം. കൊല്ലം പാരിപ്പള്ളി സ്വദേശികളാണ് മരിച്ചത്. രാഹുൽ വിജയൻ നൽകും ഇടുക്കിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ. രാഹുൽ, എന്താണ് ഈ അപകടം? എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ഈ മരിച്ചവരുടെ കൂടുതൽ വിവരങ്ങൾ അത് ലഭ്യമായിട്ടുണ്ടോ? പ്രജിൻ, 3:30 കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. മുറിഞ്ഞപുഴയ്ക്ക് സമീപം 500 അടി താഴ്ചയിലേക്ക് ഈ കാർ മറിയുകയായിരുന്നു. 6 പേരടങ്ങുന്ന സംഘം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇവിടെ സ്ഥിരമായി അപകടം ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ് എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ റോഡിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിലും ഒരു സംശയം, ഒരു വ്യക്തത കുറവ് ഇപ്പോഴുണ്ട്. എന്തായാലും നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ എത്തിച്ചപ്പോൾ 2 പേരുടെ മരണം സംഭവിക്കുകയായിരുന്നു. ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകളുടെ പേര് വിവരങ്ങളിൽ ഒരു വ്യക്തത കുറവുണ്ട്, അല്ലെങ്കിൽ അത് കൃത്യമായി ലഭ്യമായിട്ടില്ല. 10 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടിയും ഒരു സ്ത്രീയുമാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പരിക്കേറ്റ മറ്റാളുകളെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലത്തും തിരുവനന്തപുരത്തുമുള്ള ആളുകളാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴ തകഴി എടത്വ സംസ്ഥാന പാതയിൽ KSRTC ബസ്സിടിച്ച് പരിക്കേറ്റ 2 സ്കൂട്ടർ യാത്രികർ മരിച്ചു. പൊടിയാടി പെരിങ്ങര സ്വദേശികളായ സോമൻ, മോഹനൻ എന്നിവരാണ് മരിച്ചത്. മനീഷ് മഹിപാൽ നൽകും ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ. മനീഷ്, വിശദാംശങ്ങൾ. പ്രജിനി, ഇന്നലെ രാവിലെ 8 മണിക്കാണ് ഈ അപകടം ഉണ്ടായത്. എടത്വ തകഴി സംസ്ഥാന പാതയിൽ കേളമംഗലം പറത്തറ പാലത്തിന് സമീപമായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ KSRTC ബസ് എതിർദിശയിൽ വന്ന സ്കൂട്ടർ യാത്രികരെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ യാത്രക്കാർ തെറിച്ച് റോഡിൽ വീണു. ഒപ്പം തന്നെ ഈ സ്കൂട്ടർ പിന്നീട് KSRTC ബസ്സിന് അടിയിൽ കുടുങ്ങുകയും ചെയ്തു. ഏകദേശം 200 മീറ്ററോളം നിരങ്ങി നീങ്ങി എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരും ഫയർഫോഴ്സും ഉദ്യോഗസ്ഥരും ചേർന്ന് ഇരുവരെയും വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ ആ സമയത്ത് തന്നെ. പക്ഷെ ഇന്ന് പുലർച്ചെ മോഹനൻ മരിച്ചു. മോഹനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സോമൻ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു, ചികിത്സയിലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്കാണ് മരിച്ചത്.
ഈ നാട്ടുകാർ പറയുന്നത് ഈ എതിർദിശയിലേക്ക് KSRTC ബസ് നിയന്ത്രണം വിട്ട് സ്കൂട്ടർ ഇവരെ ഇടിച്ചതാണെന്നാണ്. രാവിലെ ഇവർ 8 മണിക്ക് ഇവർ തകഴിയിലെ തടിമില്ലിലെ ജീവനക്കാരാണ്. ഇവർ രാവിലെ ജോലിക്ക് സ്കൂട്ടറിൽ പോകുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത്. ഈ ചേർത്തല ഡിപ്പോയിലെ ബസ്സായിരുന്നത് തിരുവല്ലയിലേക്ക്, അതായത് ചേർത്തലയിൽ നിന്നും തിരുവല്ലയിലേക്ക് പോകുന്ന സമയത്താണ് ഈ അപകടം രാവിലെ ഉണ്ടായത്. പ്രജിൻ. ശരി, മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലായി വാഹനാപകട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു അപകട വാർത്തയിലേക്കാണ് ഇനി. തിരുവനന്തപുരം ഇടവയിൽ ട്രെയിൻ തട്ടി വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ഇടവ ശ്രീയേറ്റ് സംസം വീട്ടിൽ നിസാമുദ്ദീന്റെ ഭാര്യ സോണിയാണ് മരിച്ചത്. കൊല്ലം കന്യാകുമാരി മെമു ട്രെയിനാണ് ഇവരെ തട്ടിയത്. AV ജയശങ്കർ നൽകും തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ. ജയ്, വിശദാംശങ്ങൾ. അതായത് ഇന്ന് ഉച്ചയ്ക്ക് 12:20 കൂടിയാണ് കൊല്ലം കന്യാകുമാരി മെമ്മു ട്രെയിൻ തട്ടിക്കൊണ്ട് ഈ സോണിയ എന്ന് പറയുന്ന സ്ത്രീ മരണപ്പെടുന്നത്. ഇവർ യാത്ര ചെയ്യുന്നതിനായി ഇടവ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയായിരുന്നു. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതിനിടെ പാളം മുറിച്ചു കിടക്കുന്നതിനിടെയാണ് ഈ ട്രെയിൻ ഇവരെ തട്ടിത്തെറിപ്പിച്ചിരിക്കുന്നത്. അപകടം നടന്ന ഉടൻ തന്നെ ഇവരെ വർക്കല ശ്രീനാരായണ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വലിയ തോതിൽ ചോര വാർന്നുകൊണ്ടാണ് ഇവർ മരണപ്പെട്ടിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് ഉൾപ്പെടെ വലിയ തോതിലുള്ള ട്രെയിൻ തട്ടിയുള്ള മരണങ്ങൾ വ്യാപിക്കുന്നുണ്ട്. ഒന്നാമത് ആളുകൾ ശ്രദ്ധിക്കാത്തതും മറ്റുമാണ് ഇത്തരം മരണങ്ങളിലേക്ക് നയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ വർക്കല ഭാഗത്ത് ഒന്നിൽ കൂടുതൽ ആളുകൾ സമാനമായ രീതിയിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇവരുടെ സംസ്കാരം ഉൾപ്പെടെയുള്ള നടപടികൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉണ്ടാകും. ശരി, AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. കോട്ടയം പാല പനക്കപ്പാലത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞ് വയോധിക മരിച്ചു. പൂഞ്ഞാർ സ്വദേശി മേരിക്കുട്ടി ദേവസ്യാണ് മരിച്ചത്. ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു. ടോബി ജോൺസൺ ആണ് കോട്ടയത്തു നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ടോബി, പറയൂ. പ്രജിൻ, ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. പനക്കപ്പാലത്ത് വെച്ചാണ് സംഭവം നടന്നത്. ഒരു ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു. അപകടത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മേരിക്കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പൂഞ്ഞാർ പെരുന്നിലം സ്വദേശിനിയാണ് മേരിക്കുട്ടി എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ ഓട്ടോറിക്ഷ ഓടിച്ച ഡ്രൈവറുടെ നിലയും ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. ഗുസ്തി താരം ബജ്രംഗ് പൂനിയയ്ക്ക് കനത്ത തിരിച്ചടി എന്ന വാർത്ത വരുന്നു. ഗുസ്തിയുടെ ഔദ്യോഗിക സംഘടനയായ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗും താരത്തെ സസ്പെൻഡ് ചെയ്തു എന്നാണ് വാർത്ത. ഉത്തേജക പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാത്തതിലാണ് നടപടി. സ്പോർട്സ് ഡെസ്കിൽ നിന്നും അനിൽ വാസുദേവ് ചേരുന്നു കൂടുതൽ വിവരങ്ങളും. അനിൽ, പൂനിയയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ഇതേ രീതിയിൽ ഉത്തേജക പരിശോധനയ്ക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരത്തിന് വിലക്കുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ഈ പരിശോധന അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തുകൊണ്ടാണ് താരം അത് സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചത്? പ്രജൻ, ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ ജേതാവായ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ ജേതാവായ പൂനിയയ്ക്ക് ഈ തിരിച്ചടി എന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി തന്നെയാണ് കണക്കാക്കുന്നത്. നേരത്തെ ഈ ഒളിമ്പിക്സിനുള്ള യോഗ്യതാ മത്സരശേഷം അദ്ദേഹം ഈ സാമ്പിൾ കൊടുക്കാൻ വിസമ്മതിച്ചതിനാണ് അദ്ദേഹത്തിനെ നാഡ വിലക്ക് ചെയ്തത്. അത് പ്രൊഫഷണൽ സസ്പെൻഷൻ മാത്രമായിരുന്നു, അതായത് ഒരു താൽക്കാലിക സസ്പെൻഷൻ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് ഈ ഗുസ്തികയുടെ ഔദ്യോഗിക സംഘടനയായിട്ടുള്ള വേൾഡ് യുണൈറ്റഡ് റെസ്ലിംഗ് തന്നെ ഇപ്പോൾ താരത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ വർഷം അവസാനം വരെയാണ് ഈ സസ്പെൻഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് താരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. പാരീസ് ഒളിമ്പിക്സിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അദ്ദേഹം അവസാന വട്ടം ഒരുക്കങ്ങളിലാണ് യോഗ്യതയ്ക്കായിട്ട്. അത് നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച് അദ്ദേഹം തിരിച്ചൊരു ആരോപണമൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. ഈ യോഗ്യതാ മത്സരത്തിന് ഈ ഡോപ്പ് ടെസ്റ്റിനായി തനിക്ക് നൽകിയ കിറ്റ് അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിരുന്നു. അതുകൊണ്ടാണ് താൻ ഈ സാമ്പിൾ നൽകാതിരുന്നത്. ഇത് പല നേരത്തെ ഉണ്ടായ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കിറ്റ് നൽകിയത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. അതായത് നമുക്കറിയാവുന്നതുപോലെ ഗുസ്തി താരങ്ങളുടെ സമരത്തിലെ മുൻനിരക്കാരനായിരുന്നു ഈ ബജ്രംഗ് പൂനിയ. അദ്ദേഹത്തെ കായിക മന്ത്രാലയം അടക്കം വേട്ടയാടുന്നു എന്നുള്ള ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഇപ്പോൾ വേൾഡ് യുണൈറ്റഡ് റെസ്ലിംഗ് സംഘടന ഇത് കേൾക്കുന്നില്ല. അദ്ദേഹത്തെ ഈ വർഷം അവസാനം വരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി ഇതിന് ഏതെങ്കിലും തരത്തിൽ അപ്പീൽ നൽകാനാവുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അപ്പീൽ നൽകി അദ്ദേഹത്തിൻ്റെ കുറ്റം വിമുക്തനാവാൻ സാധിക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ട് വരുന്ന ചോദ്യം, എന്തുകൊണ്ട് ഈ പരിശോധനയ്ക്ക് സാമ്പിൾ നൽകുന്നില്ല പരിശോധനയ്ക്കായി എന്നൊരു ചോദ്യമാണ്. അതിൽ എന്തെങ്കിലും വിശദീകരണം നമുക്ക് ലഭിക്കുന്നുണ്ടോ?
ഇതുവരെ കായിക മന്ത്രാലയത്തിൽ നിന്നോ നാഡയിൽ നിന്നോ അക്കാര്യത്തിൽ ഒരു വിശദീകരണം, തൃപ്തികരമായ വിശദീകരണം ലഭിച്ചിട്ടില്ല. ഈ ആരോപണം ഉണ്ടായ ശേഷം അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ച തൊട്ടുപിറകെയാണ് അദ്ദേഹം ഒരു വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചത്. തനിക്ക് ആ വീഡിയോ കിറ്റടക്കം, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കിറ്റടക്കം കാണിച്ചായിരുന്നു അദ്ദേഹം ആ വീഡിയോ ചെയ്തത്. അതായത് തന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. പ്രത്യേകിച്ച് ലൈംഗിക പീഡന പരാതിയിൽപ്പെട്ട ബ്രിജ്ഭൂഷണെതിരെ സമരം ചെയ്തതിന് തന്നെ വേട്ടയാടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെ സംബന്ധിച്ച് രാജ്യത്ത് വലിയ സമരങ്ങളൊക്കെ തന്നെ നടന്നതാണ്. തൻ്റെ പത്മശ്രീ പുരസ്കാരമടക്കം അദ്ദേഹം തിരികെ നൽകിയതാണ്. അതിനൊക്കെ തന്നെ വേട്ടയാടുന്നു എന്നാണ് പറഞ്ഞത്. ഇതിന് തൃപ്തികരമായ ഒരു മറുപടി തൻ്റെ അഭിഭാഷകൻ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് ഇതിന് ഈ നോട്ടീസിന് മറുപടി നൽകിയില്ല എന്ന കാര്യത്തിന്. അപ്പോൾ അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ സസ്പെൻഷൻ വരുന്നത്. ഒരുപക്ഷെ നാഡയുടെ ഈ സസ്പെൻഷനേക്കാൾ വലുതാണ്, അല്ലെങ്കിൽ കൂടുതൽ ഗൗരവമുള്ളതാണ് ഇപ്പോഴത്തെ സസ്പെൻഷൻ. പ്രത്യേകിച്ച് ഈ ഗുസ്തിക്കാരുടെ ഔദ്യോഗിക സംഘടന തന്നെ നൽകുന്നു. ഇനി ഇദ്ദേഹത്തിന് അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയൊക്കെ ഒരുപക്ഷെ സമീപിക്കേണ്ടി വരും, ഒരു അപ്പീൽ നൽകേണ്ടി വരും. പ്രജിൻ. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഹരിയാനയിൽ 3 സ്വതന്ത്ര MLA-മാർ BJP സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച പശ്ചാത്തലത്തിൽ പ്രതിപക്ഷമായ കോൺഗ്രസ് ഗവർണറെ കാണാൻ ഒരുങ്ങുകയാണ്. നാളെ കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി പ്രതിപക്ഷ നേതാവ് ഭൂപേന്ദർ സിംഗ് ഹൂഡ കത്തു നൽകിയെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ബൽറാം നെടുങ്ങാടി നൽകും കൂടുതൽ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഹരിയാനയിലെ രാഷ്ട്രീയ പ്രതിസന്ധി അതിപ്പോൾ എന്താണ്? ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്തൊക്കെ? ഈ JJP കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ രീതിയിൽ നാളെ പ്രതിപക്ഷ നേതാവ് ഗവർണറെ കാണാൻ പോകുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ അവിടുത്തെ പുതിയ അപ്ഡേറ്റുകളായി വരുന്നത്? പ്രജിൻ, ഹരിയാനയിലെ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഭൂപേന്ദർ സിംഗ് ഹൂഡ ഗവർണറെ കാണാൻ സമയം തേടി കത്തയച്ചിരിക്കുന്നത്. നാളെ കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയാണ് കത്തയച്ചിരിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായാണ് കൂടിക്കാഴ്ച ഈ കത്തിൽ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ കത്ത് അത് അയച്ച സമയക്രമം എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. നേരത്തെ JJP കോൺഗ്രസ് സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണെങ്കിൽ പിന്തുണയ്ക്കുമെന്ന് അറിയിക്കുകയും ആദ്യ ചുവട് JJP വെക്കട്ടെ എന്ന് കോൺഗ്രസ് നിലപാടെടുക്കുകയും ചെയ്തു. പിന്നാലെ തന്നെ JJP ഗവർണർക്ക് കത്തയച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൂഡ ഗവർണറുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരിക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ എന്താണ് കോൺഗ്രസിന്റെ അടുത്ത നീക്കം എന്നുള്ളത് ശ്രദ്ധേയമാണ്. നിലവിലെ സാഹചര്യത്തിൽ മാർച്ച് 13 സർക്കാരിനെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ സർക്കാർ അതിജീവിച്ചു എന്നതിനാൽ തന്നെ വരുന്ന 6 മാസത്തേക്ക് സാങ്കേതികമായി തന്നെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാകില്ല. മറ്റേതെങ്കിലും തരത്തിൽ വോട്ടെടുപ്പിനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് സർക്കാരിന്റെ ഭൂരിപക്ഷം നിലവിൽ പരീക്ഷിക്കപ്പെടുക. അതേസമയം അതിനുള്ള സാഹചര്യവും നിലവിലില്ല എന്നാണ് BJP പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. കാരണം 3 JJP അംഗങ്ങളുടെ പിന്തുണ, വിമതരുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നാണ് അവകാശവാദം. JJP ഇവർക്കെതിരെ കൂറുമാറ്റ നിരോധനം അനുസരിച്ച് നടപടിയെടുക്കുകയാണെങ്കിൽ പോലും സഭയുടെ ആകെ അംഗസംഖ്യ കുറയുകയും തുടർന്ന് നിലവിലുള്ള 43 എന്ന അനായാസമായി തന്നെ ഭൂരിപക്ഷം ഉറപ്പിക്കാവുന്ന സംഖ്യയിലേക്ക് BJP എത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. തമിഴ്നാട് ഉണ്ടായ പടക്ക നിർമ്മാണശാലയിലെ അപകടത്തിൽ ഇപ്പോൾ മരണസംഖ്യ ഉയരുന്നു എന്ന ദൗർഭാഗ്യകരമായ വാർത്തയോട് വരുന്നു. മരണം 9 എന്നാണ് ഏറ്റവും ഒടുവിൽ ശിവകാശിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ മരിച്ചവരിൽ 5 പേർ സ്ത്രീകളാണ് എന്നുകൂടി ഇപ്പോൾ വാർത്തകൾ വരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യാപേക്ഷയെ എതിർത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇലക്ഷൻ പ്രചാരണം മൗലികാവകാശമല്ലെന്നും അതിനായി ജാമ്യം നൽകരുത് എന്നും ED സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. അച്യുതൻ നൽകും ഡൽഹിയിൽ നിന്നും അതിന് വിശദാംശങ്ങൾ. അച്യുതൻ, പുതിയ രീതിയിലുള്ള വാദമാണ് ഇപ്പോൾ നടക്കുന്നത്. ED പറയുന്നു മൗലികാവകാശമല്ല ഇലക്ഷൻ പ്രചാരണം, അതിനായി ജാമ്യം നൽകാൻ പാടില്ല അരവിന്ദ് കെജ്രിവാളിന് എന്നാണ് ED പറയുന്നത്. എന്താണ് ഈ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും കെജ്രിവാൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം? പ്രജിന് ഈ അറസ്റ്റിനെ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി അറിയിച്ചത് ഇടക്കാല ജാമ്യാപേക്ഷ അത്തരത്തിലൊരു അപേക്ഷ മുന്നോട്ട് വെച്ചാൽ അതിൽ എത്രയും വേഗത്തിൽ ഒരു തീരുമാനം അറിയിക്കാമെന്നുള്ളത്. കാരണം ഈ അറസ്റ്റിനെ ചോദ്യം ചെയ്തുള്ള ഹർജി അതിലെ വാദം പൂർത്തിയാകാൻ കാലതാമസം എടുക്കും എന്നതായിരുന്നു ചൂണ്ടിക്കാട്ടിയത്. അരവിന്ദ് കെജ്രിവാൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് EDയുടെ അറസ്റ്റ് എന്നതായിരുന്നു. എന്തായാലും നാളെ ഇടക്കാല ജാമ്യാപേക്ഷയിൽ കോടതിയുടെ ഉത്തരവ് വരാനിരിക്കെയാണ് ED മറുപടി നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുക എന്നത് മൗലിക അവകാശത്തിൽ ഉൾപ്പെടുന്നതല്ല. അതിന്റെ പേരിൽ, പ്രചാരണത്തിന്റെ പേരിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകരുത് എന്നുള്ള ശക്തമായ വാദമാണ് ED ഇപ്പോൾ സത്യവാങ്മൂലത്തിലൂടെ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നാളെ എന്തായാലും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലായിരിക്കും
സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. പ്രജിൻ, തമിഴ്നാട്ടിലെ ശിവകാശി സെങ്കമൽപ്പെട്ടിയിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനത്തിൽ മരണം 9 നിരവധി പേർക്ക് പരിക്കേറ്റു. പടക്ക നിർമ്മാണശാല പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് നൽകും കൂടുതൽ വിവരങ്ങൾ. മനീഷ്, അടിക്കടി ഉണ്ടാവുന്ന അപകടമാണ് ശിവകാശി. ഇതിനു മുമ്പും പടക്ക നിർമ്മാണശാലയിൽ അപകടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? മരണസംഖ്യ 9 എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്നത്. വിവരങ്ങൾ. പ്രജിൻ, 9 പേരുടെ മരണം, അത് 5 സ്ത്രീകൾ ഉൾപ്പെടെ 9 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചു. 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഒരു മുറിയിലാണ് അപകടം ഉണ്ടായത്. അതായത് 10ലധികം മുറികൾ അവിടെയുണ്ട്, ഈ നിർമ്മാണശാലയുടെ ഭാഗമായി ഉണ്ട്. അതിൽ ഒരു മുറിയിലാണ് അപകടം ഉണ്ടാകുന്നത്. 7 മുറികളിലേക്ക് പിന്നീട് ഈ സ്ഫോടനം വ്യാപിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ അഗ്നിരക്ഷാസേനയും പോലീസും ഒക്കെ അവിടെ എത്തിയിരുന്നു. പക്ഷേ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായത് രക്ഷാപ്രവർത്തനത്തെ വലിയ തോതിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കാരണം എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു, ഈ സ്ഫോടന സമയത്ത് എത്ര പേർ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായും എല്ലാ ഇടങ്ങളും ഇപ്പോൾ അഗ്നിരക്ഷാസേനയും പോലീസും ഒക്കെ പരിശോധന നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ നിർമ്മാണശാലയുടെ ലൈസൻസ് അതുപോലെ തന്നെ കൃത്യമായ അർത്ഥത്തിലായിരുന്നു അവിടെ പ്രവർത്തിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ പ്രാഥമികമായി അഗ്നിരക്ഷാസേനയൊക്കെ നൽകുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ രാസവസ്തുക്കൾ തയ്യാറാക്കുമ്പോൾ ഉണ്ടായ ഒരു ഘർഷണം, അതാണ് സ്ഫോടനത്തിന്റെ കാരണമായി ഇപ്പോൾ പറയുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടും അന്വേഷണം പുരോഗമിക്കുകയാണ്. 9 പേരുടെ മരണം, 5 സ്ത്രീകൾ ഉൾപ്പെടെ 9 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് നേരെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ലൈംഗികാതിക്രമം. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് പിടികൂടി. 2 വർഷമായി ഇയാളാണ് കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ നൽകും മുംബൈയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ. ശ്രീനാഥ്, വിശദാംശങ്ങൾ. ഏറെ ഡിസ്റ്റർബിംഗ് ആയ കുറച്ച് വിഷ്വൽസ് ആണ് ഇപ്പോൾ വരുന്നത്. നാഗ്പൂരിൽ 10ാം ക്ലാസ്സുകാരിക്ക് നേരെയാണ് ഓട്ടോ ഡ്രൈവർ ഈ വിധം അതിക്രമം കാണിച്ചത്. നാഗ്പൂരിലെ ഓംകാർ നഗറിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പെൺകുട്ടിയെ കഴിഞ്ഞ 2 വർഷ കാലയളവിൽ ഇയാളാണ് സ്കൂളിൽ കൊണ്ടുപോയി തിരികെ വീട്ടിൽ എത്തിക്കുന്നത്. ഈ സംഭവം നടക്കുന്ന ദിവസം വൈകിട്ട് കുട്ടിയെ ഇയാൾ സ്കൂളിൽ നിന്ന് കൂട്ടി വീട്ടിലേക്ക് പോവുകയായിരുന്നു. മറ്റു കുട്ടികളും ആദ്യം ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് അവരെ ഇറക്കിയതിന് ശേഷം പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ വഴി മാറ്റി ആളൊഴിഞ്ഞ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ച് പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം ഇയാൾ ചെയ്തു. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പെൺകുട്ടി അതിനെ ചെറുക്കുന്നതും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഒക്കെ തന്നെ ആ ദൃശ്യങ്ങളുണ്ട്. ഇത് ഒരു ദമ്പതിമാർ പകർത്തി എന്നതാണ് പോലീസ് പറയുന്നത്. ഈ ദൃശ്യങ്ങൾ മാറി നിന്ന് അവർ പകർത്തി അത് പിന്നീട് ഈ വലിയ തരത്തിൽ പ്രചരിക്കുകയും ചെയ്തു. അതേ തുടർന്നാണ് പോലീസ് ഉടനടി നടപടികൾ സ്വീകരിച്ചത്. ഓട്ടോ ഡ്രൈവറെ കണ്ടെത്തിയിട്ടുണ്ട്. 25 വയസ്സുകാരനാണ് പ്രതി എന്ന് പറയുന്നു. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് സ്കൂൾ വിദ്യാർത്ഥിക്ക് നേരെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ലൈംഗികാതിക്രമം ഉണ്ടായത്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കോട്ടയം ഈരാറ്റുപേട്ടയിൽ ടാറിംഗ് തൊഴിലാളി മിന്നലേറ്റു മരിച്ചു. കറുകച്ചാൽ സ്വദേശി ബിനോ മാത്യു ആണ് മരിച്ചത്. സ്വകാര്യ സ്ഥാപനത്തിലെ ടാറിംഗ് ജോലിക്കിടെ വൈകിട്ട് 4 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്. ടോബി ജോൺസൺ നൽകും കോട്ടയത്ത് നിന്നതിന്റെ വിവരങ്ങൾ. ടോബി, എന്താണ് സംഭവിച്ചത്? അവിടെയൊക്കെ ഈ ഇടിമിന്നലുള്ള മഴയുണ്ടോ? പ്രജിൻ, വൈകുന്നേരത്തോടു കൂടി ഉച്ചയ്ക്ക് ശേഷം ശക്തമായിട്ടുള്ള മഴ കിഴക്കൻ മേഖലയിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ശക്തമായ കാറ്റും അതുപോലെ തന്നെ ഇടിമിന്നലും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈരാറ്റുപേട്ടയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ വെച്ച് അവിടെ ടാറിംഗ് ജോലികൾ നടക്കുകയായിരുന്നു. ആ ജോലിക്കിടെ മഴ വരുന്നത് കണ്ട് ഈ ബിനു എന്ന് പറയുന്ന കറുകച്ചാൽ സ്വദേശി അടക്കമുള്ള തൊഴിലാളികൾ അവിടെ നിന്നും പണി അവസാനിപ്പിച്ച് മാറി. എന്നാൽ കൈയും കാലും കഴുകുന്നതിന് വേണ്ടി പുറത്തേക്ക് ബിനു ഇറങ്ങുന്നതിനിടയിൽ ഇടിമിന്നൽ ഏൽക്കുകയായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സംഭവം ഏകദേശം 3:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറയുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് ബിനുവിനെ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ പാലായിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കറുകച്ചാൽ സ്വദേശിയാണ്, 37 വയസ്സുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള ചില അപകട മരണങ്ങൾ, ഇടിമിന്നലേറ്റ് ചിലർ മരിക്കുന്ന ഒരു സാഹചര്യം കോട്ടയത്തുണ്ടായിരുന്നു. എന്തായാലും വൈകുന്നേര സമയങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വലിയ കോട്ടയം കറുകച്ചാലിലാണ് ഇടിമിന്നലേറ്റ് ടാറിംഗ് തൊഴിലാളി മരിച്ചത്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാവുന്നു.